PC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ ചാനലിലൂടെ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് സ്റ്റഡി പ്ലാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. നമ്മൾ ടെലഗ്രാമിൽ ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്ക് നമ്മൾ രാത്രി മെൻഷൻ ചെയ്യും. പിറ്റേ ദിവസം കാലത്ത് അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ ദിവസം തന്നെ രാത്രി 8 മണിക്ക് നമ്മൾ പഠിച്ച ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള PSC ഏറ്റവും റീസെൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള എക്സാംസ് മുതൽ 2022 വരെയുള്ള വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ, പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ സിലബസ് പ്രകാരം നടന്ന പരീക്ഷകളിലെ ചോദ്യങ്ങൾ, ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള PYQ ഡിസ്കഷൻ രാത്രി 8 മണിക്ക് നമ്മൾ ചെയ്യുന്നതാണ്. ഈ ഒരു രീതിയിലാണ് ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. കൂടാതെ വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ന്യൂ SCRTയുടെ ക്ലാസ്സുകൾ, അതുപോലെ കറണ്ട് അഫയേഴ്സ്, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഇതെല്ലാത്തിൻ്റെയും ക്ലാസ്സുകൾ പുറകെ വരുന്നുണ്ട്. അപ്പോൾ ഇതുവരെയും നമ്മുടെ കൂടെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്ന് മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്തോളാം. നമ്മൾ 2-3 ക്ലാസ്സുകളെ ആയിട്ടുള്ളൂ. അപ്പോൾ ഇപ്പം മുതൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് റാങ്കിലോട്ട് എത്തിച്ചേരാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഭരണഘടനയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ നമ്മൾ ഭരണഘടനാ സ്ഥാപനങ്ങളാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ധനകാര്യ കമ്മീഷനും UPSC PSCയെ കുറിച്ചൊക്കെ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ ദേശീയ പട്ടികജാതി കമ്മീഷൻ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ, ഇത് മൂന്നുമാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഞാൻ പറയുന്ന പോലെ ഒരു നോട്ട്ബുക്കും പെന്നും കയ്യിൽ വെച്ചോളൂ. മൂന്നും കൂടെ നമ്മൾ സെപ്പറേറ്റ് പഠിക്കുന്നതിന് പകരം അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു കൺഫ്യൂഷൻ തോന്നും. അപ്പോൾ അത് മൂന്നും കൂടെ നമ്മൾ ഒരുമിച്ച് ഒരു കോളം ആക്കിയിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാനുള്ള ഒരു മെത്തേഡിലാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങളൊരു കോളം വരച്ച് എഴുതി വെക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ദേശീയ പട്ടികജാതി കമ്മീഷൻ, ദേശീയ പട്ടിക വർഗ കമ്മീഷൻ, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ. അപ്പോൾ ഇത് മൂന്നും കൂടെ നമുക്ക് എങ്ങനെ പഠിക്കാം നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ആർട്ടിക്കിൾ, ഇത് മൂന്നുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾ ഏതാണെന്നുള്ളതാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ ദേശീയ പട്ടികജാതി കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 338. ആർട്ടിക്കിൾ 338ലാണ് ദേശീയ പട്ടികജാതി കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സൈഡിൽ ഒരു കോളം ഇട്ടിട്ട് ഇവിടെ ആർട്ടിക്കിൾ എന്ന് എഴുതി ചേർക്കാം കേട്ടോ. അപ്പോൾ ആർട്ടിക്കിൾ 338ലാണ് ദേശീയ പട്ടികജാതി കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ദേശീയ പട്ടിക വർഗ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 338A ആണ്. ഈ 338ൻ്റെ കൂടെ ഒരു A ചേർത്താൽ മതി. ഇനി ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണെങ്കിലോ 338B ആണ്. അപ്പോൾ നമ്മൾ ആർട്ടിക്കിൾ പഠിച്ചു കഴിഞ്ഞു. ദേശീയ പട്ടിക ജാതി കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 338. ദേശീയ പട്ടിക വർഗ കമ്മീഷൻ ആണെങ്കിൽ 338A. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ആണെങ്കിൽ 338B. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ദേശീയ പട്ടിക ജാതി കമ്മീഷൻ നിലവിൽ വന്ന വർഷം വിത്ത് ഡേറ്റ്. അപ്പോൾ എന്നാണ് നിലവിൽ വന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. നിങ്ങളൊരു കോളം എഴുതിയിട്ട് എഴുതാം കേട്ടോ. നിലവിൽ വന്നത് 2004 ഫെബ്രുവരി 19. 2004 ഫെബ്രുവരി 19 ദേശീയ പട്ടിക ജാതി കമ്മീഷൻ നിലവിൽ വരുന്നത്. ദേശീയ പട്ടിക വർഗ കമ്മീഷൻ ആണെങ്കിലോ 2004 ഫെബ്രുവരി 19 തന്നെയാണ് വരുന്നത്. അതായത് അപ്പോൾ നിങ്ങളിവിടെ ഒരു കാര്യം ഓർത്തിരിക്കുക. ഈ ദേശീയ പട്ടിക ജാതി കമ്മീഷനും ദേശീയ പട്ടിക വർഗ കമ്മീഷനും മുൻപ് ഒരുമിച്ചായിരുന്നു. രണ്ടും കൂടെ ചേർന്ന് ദേശീയ പട്ടിക ജാതി പട്ടിക വർഗ കമ്മീഷൻ എന്ന് പറഞ്ഞ് ഒരുമിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അത് ഒരുമിച്ചായിരുന്ന ഈ രണ്ട് കമ്മീഷൻ സെപ്പറേറ്റ് ആയി. ദേശീയ പട്ടിക ജാതി കമ്മീഷൻ എന്നും ദേശീയ പട്ടിക വർഗ കമ്മീഷൻ എന്നും രണ്ടായിട്ട് സെപ്പറേറ്റഡ് ആയി. അങ്ങനെ ഇത് രണ്ടായിട്ട് മാറിയ ഭേദഗതി ഓർത്തിരിക്കുക. 2003 89ാം ഭേദഗതിയിലൂടെയാണ് ദേശീയ പട്ടിക ജാതി പട്ടിക വർഗ കമ്മീഷൻ എന്ന് പറഞ്ഞ് ഒറ്റ കമ്മീഷൻ ആയിരുന്നത് സെപ്പറേറ്റ് ആയത്. ദേശീയ പട്ടിക ജാതി കമ്മീഷൻ എന്നും ദേശീയ പട്ടിക വർഗ കമ്മീഷൻ എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തത് എപ്പോഴാണ്? 2003 89ാം ഭേദഗതി പ്രകാരമാണ്. അങ്ങനെ അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നിലവിൽ വരുന്നത് 2004 ഫെബ്രുവരി 19 ദേശീയ പട്ടിക ജാതി കമ്മീഷനും ദേശീയ പട്ടിക വർഗ കമ്മീഷനും നിലവിൽ വരുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ നിലവിൽ വരുന്നത്
1993-ലാണ്. 1993 നിലവിൽ വന്നു. പക്ഷേ അത് നിലവിൽ വരുന്ന സമയത്ത് അതൊരു ഭരണഘടനാ സ്ഥാപനമായിരുന്നില്ല. പിന്നീട് ഭരണഘടനാ പദവി ലഭിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി ലഭിച്ചത് ഏത് വർഷമാണ്? 2018 102 ഭേദഗതിയിലൂടെയാണ്. അപ്പം അത് ഓർത്തിരിക്കുക. 1993 ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ രൂപം കൊള്ളുന്നത്. പക്ഷെ ആ സമയത്ത് അതൊരു ഭരണഘടനാ സ്ഥാപനമായിരുന്നില്ല. അപ്പൊ ഭരണഘടനാ പദവി ലഭിച്ചത് എപ്പോഴാണ്? 2018 102 ഭേദഗതിയിലൂടെയാണ്. ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. ഇനി അടുത്തത്, ദേശീയ പട്ടിക ജാതി കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ആര്? ദേശീയ പട്ടിക ജാതി കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ആരാണ് നിയമിക്കുന്നത്? രാഷ്ട്രപതി. ഇപ്പൊ ദേശീയ പട്ടിക വർഗ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നതും ആര് തന്നെയാണ്? രാഷ്ട്രപതി തന്നെയാണ്. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നതും ആര് തന്നെയാണ്? രാഷ്ട്രപതി തന്നെയാണ്. ഓക്കെ, ഇപ്പൊ നിയമിക്കുന്നത് ഈ പറയുന്ന 3 കമ്മീഷനിലെയും അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അതുപോലെ ദേശീയ പട്ടിക ജാതി കമ്മീഷനിലെ അംഗങ്ങളെ നീക്കം ചെയ്യുന്നതും ആരാണ്? രാഷ്ട്രപതിയാണ്. നീക്കം ചെയ്യുന്നതും ആരാ? രാഷ്ട്രപതി. അതേപോലെ തന്നെ ദേശീയ പട്ടിക വർഗ കമ്മീഷനിലെ അംഗങ്ങളെ നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതി. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനിലെ അംഗങ്ങളെ നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. ഓക്കെ, ഇനി അടുത്തത് കാലാവധി തീരുമാനിക്കുന്നത്. കാലാവധി, ദേശീയ പട്ടിക ജാതി കമ്മീഷന്റെ കാലാവധി തീരുമാനിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിയാണ് കാലാവധി തീരുമാനിക്കുന്നത്. ദേശീയ പട്ടിക വർഗ കമ്മീഷന്റെ കാലാവധി തീരുമാനിക്കുന്നത് രാഷ്ട്രപതിയാണ്. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ കാലാവധി തീരുമാനിക്കുന്നതും രാഷ്ട്രപതിയാണ്. ഓക്കെ, ഇനി അടുത്തത്, ഈ പറയുന്ന അംഗങ്ങളുടെ എല്ലാം സേവന വ്യവസ്ഥകൾ തീരുമാനിക്കുന്നതും ആരാണ്? രാഷ്ട്രപതിയാണ്. അതേപോലെ തന്നെ ദേശീയ പട്ടിക വർഗ കമ്മീഷനിലെയും അംഗങ്ങളുടെ സേവന വ്യവസ്ഥകൾ തീരുമാനിക്കുന്നത് രാഷ്ട്രപതിയാണ്. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനിലെയും സേവന വ്യവസ്ഥകൾ തീരുമാനിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇനി ഇവരെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കണം, അല്ലെ? അപ്പൊ ദേശീയ പട്ടിക ജാതി കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? അതും രാഷ്ട്രപതിക്കാണ്. ഓക്കെ, ഈ 3 കമ്മീഷനും അവരുടെ വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. അപ്പൊ ഈസി ആയി നമുക്ക് പഠിക്കാനായിട്ട്, അല്ലെ? ദേശീയ പട്ടിക ജാതി കമ്മീഷൻ, ദേശീയ പട്ടിക വർഗ കമ്മീഷൻ, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ, ഇവയുടെ എല്ലാം അംഗങ്ങളുടെ നിയമനം രാഷ്ട്രപതി, നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതി, കാലാവധി തീരുമാനിക്കുന്നത് രാഷ്ട്രപതി, സേവന വ്യവസ്ഥകൾ തീരുമാനിക്കുന്നത് രാഷ്ട്രപതി, റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നതും രാഷ്ട്രപതിക്ക്. ഓക്കെ, ഇനി അംഗങ്ങൾ, എത്ര അംഗങ്ങളാണ് ഉള്ളത്? ദേശീയ പട്ടിക ജാതി കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 5 അംഗങ്ങളാണ് ഉള്ളത്. ഇവിടെയും എത്രയാ? 5 അംഗങ്ങൾ. ഇവിടെയും 5 അംഗങ്ങൾ. ഓക്കെ, 3 കമ്മീഷനിലും 5 അംഗങ്ങളാണുള്ളത്. ആരൊക്കെയാണ് ഈ 5 അംഗങ്ങൾ? ചെയർമാൻ ഉണ്ടായിരിക്കും, ഒരാൾ ചെയർമാൻ, ദെൻ വൈസ് ചെയർമാൻ ഉണ്ടായിരിക്കും, പ്ലസ് ബാക്കി 3 അംഗങ്ങളും ഉണ്ടായിരിക്കും. ഇങ്ങനെയാണ് 5 പേര് കേട്ടോ. ദേശീയ പട്ടിക വർഗ കമ്മീഷനിലും അങ്ങനെ തന്നെയാണ്. ചെയർമാൻ ഉണ്ടായിരിക്കും, ദെൻ വൈസ് ചെയർമാൻ ഉണ്ടായിരിക്കും, ബാക്കി 3 അംഗങ്ങൾ ഉണ്ടായിരിക്കും. അതേപോലെ ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനിലും ചെയർമാൻ ഉണ്ടായിരിക്കും, വൈസ് ചെയർമാൻ ഉണ്ടായിരിക്കും, 3 അംഗങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ 5 അംഗങ്ങളാണ് ദേശീയ പട്ടിക ജാതി കമ്മീഷനിലും ദേശീയ പട്ടിക വർഗ കമ്മീഷനിലും ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനിലും 5 അംഗങ്ങൾ, ഒരു ചെയർപേഴ്സൺ, ഒരു വൈസ് ചെയർപേഴ്സൺ, ദെൻ 3 അംഗങ്ങൾ. അങ്ങനെയാണ് 5 അംഗങ്ങൾ വരുന്നത്. ഓക്കെ അല്ലേ? ഇനി ആസ്ഥാനം, ദേശീയ പട്ടിക ജാതി കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ് ആസ്ഥാനം? ലോക് നായക് ഭവൻ, ന്യൂഡൽഹി. ലോക് നായക് ഭവൻ, ന്യൂഡൽഹിയാണ് ദേശീയ പട്ടിക ജാതി കമ്മീഷന്റെ ആസ്ഥാനം. ദേശീയ പട്ടിക വർഗ കമ്മീഷന്റെ ആസ്ഥാനം ചോദിച്ചാലോ? അതും ലോക് നായക് ഭവൻ, ന്യൂഡൽഹിയാണ്. ലോക് നായക് ഭവൻ, ന്യൂഡൽഹിയാണ് ഇവിടെയും ആസ്ഥാനം. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ന്യൂഡൽഹി ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ന്യൂഡൽഹി. ഓക്കെ, അപ്പൊ ആസ്ഥാനം എന്ന് പറയുന്നത് ദേശീയ പട്ടിക ജാതി കമ്മീഷന്റെ ആസ്ഥാനം ലോക് നായക് ഭവൻ, ന്യൂഡൽഹി.
ദേശീയ പട്ടിക വർഗ കമ്മീഷന്റെ ആസ്ഥാനം ലോക്നായക് ഭവൻ ന്യൂഡൽഹി. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹി എന്നുള്ളത് ഓർത്തിരിക്കാം. ഇനി നമുക്ക് ചെയർമാനെ കുറിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ദേശീയ പട്ടിക ജാതി കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആര്? ദേശീയ പട്ടിക ജാതി കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആയിരുന്നു സൂരജ് ബാൻ. സൂരജ് ബാൻ. ഓക്കെ, ദേശീയ പട്ടിക ജാതി കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ സൂരജ് ബാൻ. ദേശീയ പട്ടിക വർഗ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? അത് കൻവർ സിംഗ് ആയിരുന്നു. കൻവർ സിംഗ്. ആദ്യത്തെ ചെയർമാൻ ആരാണ്? കൻവർ സിംഗ്. ഇനി ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ RN പ്രസാദ്. RN പ്രസാദ് ആയിരുന്നു. ഓക്കെ, ദേശീയ പട്ടിക ജാതി കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ സൂരജ് ബാൻ. ദേശീയ പട്ടിക വർഗ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ കൻവർ സിംഗ്. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ചെയർമാൻ RN പ്രസാദ്. ഇനി നിലവിലെ ചെയർമാനെയാണ് പറയുന്നത് കേട്ടോ. നിലവിൽ ഇപ്പോൾ ദേശീയ പട്ടിക ജാതി കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ പുതിയ അപ്പോയിന്റ്മെന്റ് ആണ്. വിജയ് സാംപ്ലെ ആയിരുന്നു. ആള് റിസൈൻ ചെയ്തു, രാജിവെച്ചു. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നിലവിൽ വന്നിട്ടുള്ളത് ദേശീയ പട്ടിക ജാതി കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ എന്ന് പറയുന്നത് കിഷോർ മക്വാനയാണ് കേട്ടോ. കിഷോർ മക്വാനയാണ് നിലവിലെ ദേശീയ പട്ടിക ജാതി കമ്മീഷൻ ചെയർമാൻ. അദ്ദേഹം 2024 മാർച്ച് 11 കയറിയിട്ടുള്ളത്. ഓക്കെ, 2 ദിവസമേ ആയിട്ടുള്ളൂ. ഇപ്പോൾ പുതിയ നിയമനമാണ്. കിഷോർ മക്വാനയാണ് നിലവിലെ ദേശീയ പട്ടിക ജാതി കമ്മീഷൻ ചെയർമാൻ. ഇനി പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത് നിലവിൽ ആരാണ്? ഹൻസ് രാജ് ഗംഗാറാം അഹിർ. ഹൻസ് രാജ് ഗംഗാറാം അഹിർ ആണ് നിലവിലെ ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ. ഹൻസ് രാജ് ഗംഗാറാം അഹിർ എന്നാണ് പേര്. ഓക്കെ, ഇനി ഇവരുടെ ചുമതല എന്താണ്? ദേശീയ പട്ടിക ജാതി കമ്മീഷന്റെ ചുമതല എന്ന് പറയുന്നത് എന്താ? പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ നേടിയെടുക്കുക, സാമ്പത്തികപരമായിട്ടും അല്ലാതെയുമൊക്കെ അവരുടെ ഉന്നമനത്തിനായിട്ട് പ്രവർത്തിക്കുക. ഇതൊക്കെയാണ് ദേശീയ പട്ടിക ജാതി കമ്മീഷന്റെ ചുമതല എന്ന് പറയുന്നത്. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരുടെ അവകാശത്തിന് വേണ്ടി, ഉന്നമനത്തിന് വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിക്കുക. അങ്ങനെയാണെങ്കിൽ ദേശീയ പട്ടിക വർഗ കമ്മീഷന്റെ ചുമതല എന്തായിരിക്കും? പട്ടിക വർഗ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളുടെ സാമ്പത്തികപരമായിട്ടുള്ള വികസനം, അവരുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ കാത്തുസൂക്ഷിക്കുക, അവർക്ക് വേണ്ടി, അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുക. ഇതൊക്കെയാണ് ദേശീയ പട്ടിക വർഗ കമ്മീഷന്റെ ചുമതല. അങ്ങനെയാണെങ്കിൽ ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ചുമതല എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാമൂഹികപരമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന സാമൂഹികപരമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് വേണ്ടി അവരുടെ അവകാശങ്ങൾ കാത്തുസൂക്ഷിക്കുക, അവരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുക. ഇതൊക്കെയാണ് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ചുമതല എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങളെ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പം നമ്മളൊരു കോളത്തിലൂടെ ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് പഠിച്ചു കഴിഞ്ഞു അല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് അറ്റോർണി ജനറലിനെ കുറിച്ചാണ്. അറ്റോർണി ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PSCയുടെ സ്ഥിരം ചോദ്യമാണ്. അറ്റോർണി ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 76. ആർട്ടിക്കിൾ 76 അറ്റോർണി ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ആരാണ് ഈ അറ്റോർണി ജനറൽ എന്ന് പറയുന്നത്? ഇന്ത്യ ഗവൺമെൻറ്റിന് നിയമപരമായി കാര്യങ്ങളിൽ ഉപദേശം നൽകുന്ന ഉദ്യോഗസ്ഥൻ. ഇന്ത്യ ഗവൺമെൻറ്റിന് നിയമപരമായ കാര്യങ്ങളിൽ ഉപദേശങ്ങൾ നൽകുന്ന ഉദ്യോഗസ്ഥനെയാണ് നമ്മൾ അറ്റോർണി ജനറൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന നിയമ ഉദ്യോഗസ്ഥനെന്നോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒന്നാമത്തെ നിയമ ഉദ്യോഗസ്ഥനെന്നോ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന നിയമ ഉദ്യോഗസ്ഥൻ എന്നോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒന്നാമത്തെ നിയമ ഉദ്യോഗസ്ഥൻ എന്നോ നമുക്ക് പറയാവുന്ന ആളാണ് അറ്റോർണി ജനറൽ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് 1-2 സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് അദ്ദേഹത്തിനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് സ്പെഷ്യലായിട്ട്. എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇന്ത്യ ഗവൺമെൻറ്റിന് വേണ്ടി ഏത് കോടതികളിലും കേസുമായി കയറി ചെല്ലാൻ അധികാരമുള്ള ഉദ്യോഗസ്ഥരാണ് അറ്റോർണി ജനറൽ. ഇന്ത്യ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട്
ഏത് കോടതിയിൽ വേണമെങ്കിലും ഒരു കേസുമായിട്ട് കയറി ചെല്ലാൻ അനുവാദമുള്ള ഒരേ ഒരു ഉദ്യോഗസ്ഥനാണ് അറ്റോർണി ജനറൽ എന്ന് പറയുന്നത്. അതേപോലെ ലോക്സഭയിലെയും രാജ്യസഭയിലെയും സഭാ നടപടികളിൽ പങ്കെടുക്കാൻ അധികാരമുള്ള ഏക ഉദ്യോഗസ്ഥനാണ് അറ്റോർണി ജനറൽ. ലോക്സഭയിലെയും രാജ്യസഭയിലെയും സഭാ നടപടികളിൽ പങ്കെടുക്കാൻ അധികാരമുള്ള ഏക ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് അറ്റോർണി ജനറലാണ്. ഓക്കെ, സാധാരണ ലോക്സഭയിലും രാജ്യസഭയിലും നടപടികളിൽ പങ്കെടുക്കുന്നതിനുള്ള അധികാരം ആർക്കാണുള്ളത്? കേന്ദ്രമന്ത്രിമാർക്ക് മാത്രമാണ്. അപ്പം ലോക്സഭയിലും രാജ്യസഭയിലും സഭാ നടപടികളിൽ പങ്കെടുക്കാൻ അധികാരമുള്ള ഏക ഉദ്യോഗസ്ഥൻ ആര് എന്ന് ചോദിക്കുമ്പോൾ അത് അറ്റോർണി ജനറലാണ്. ഓക്കെ, പക്ഷെ ഇദ്ദേഹത്തിന് സഭാ നടപടികളിൽ പങ്കെടുക്കാമെന്നേ ഉള്ളൂ. പക്ഷെ അതിൽ ലോക്സഭയിലോ രാജ്യസഭയിലോ വോട്ടവകാശമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഓക്കെ, വോട്ടവകാശം എന്ന് പറയുന്നത് ലോക്സഭയിലും രാജ്യസഭയിലും സഭാ നടപടികളിൽ പങ്കെടുക്കാം, നിർദ്ദേശങ്ങളെല്ലാം പുറപ്പെടുവിക്കാം, പക്ഷെ വോട്ടവകാശം എന്ന് പറയുന്നത് ഇല്ല എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഓക്കെ, ഓർത്തിരിക്കണം. അപ്പോൾ അറ്റോർണി ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എത്രയാ? ആർട്ടിക്കിൾ 76. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന നിയമോദ്യോഗസ്ഥനാണ്, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒന്നാമത്തെ നിയമോദ്യോഗസ്ഥനാണ്. ഇന്ത്യ ഗവൺമെൻറ്റിന് നിയമപരമായ കാര്യങ്ങളിൽ ഉപദേശങ്ങൾ നൽകുന്ന ഉദ്യോഗസ്ഥനാണ് അറ്റോർണി ജനറൽ. ഇന്ത്യ ഗവൺമെൻറ്റിനു വേണ്ടി ഏത് കോടതികളിലും കേസുമായി കയറി ചെല്ലാൻ അധികാരമുള്ള ഉദ്യോഗസ്ഥനാണ് അറ്റോർണി ജനറൽ. ലോക്സഭയിലെയും രാജ്യസഭയിലെയും സഭാ നടപടികളിൽ പങ്കെടുക്കാൻ അധികാരമുള്ള ഏക ഉദ്യോഗസ്ഥൻ അറ്റോർണി ജനറലാണ്. അദ്ദേഹത്തിന് സഭാ നടപടികളിൽ പങ്കെടുക്കാം, നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ പുറപ്പെടുവിക്കാം, പക്ഷേ വോട്ടവകാശം ഇല്ല എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അറ്റോർണി ജനറൽ എന്ന് പറയുന്നത് നമ്മുടെ ക്യാബിനറ്റ് മന്ത്രിക്ക് ചില അധികാരങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ ഇന്ത്യയിലെ അറ്റോർണി ജനറൽ എന്ന് പറയുന്ന ഈ ഒരു ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നുമാണ്. ബ്രിട്ടനിൽ നിന്നുമാണ് നമ്മൾ അറ്റോർണി ജനറൽ എന്ന് പറയുന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബ്രിട്ടനിലെ അറ്റോർണി ജനറൽ എന്ന് പറയുന്ന തസ്തികയും നമ്മുടെ ഇവിടുത്തെ അറ്റോർണി ജനറൽ എന്ന് പറയുന്ന തസ്തികയും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ബ്രിട്ടനിൽ അറ്റോർണി ജനറൽ എന്ന് പറയുന്ന തസ്തിക അവിടുത്തെ ക്യാബിനറ്റ് മന്ത്രിക്ക് തുല്യമാണ്. എന്നാൽ നമ്മുടെ ഇവിടുത്തെ അറ്റോർണി ജനറൽ എന്ന് പറയുന്നത് ക്യാബിനറ്റ് മന്ത്രിക്ക് തുല്യനായിട്ട് കാണുന്നില്ല. പക്ഷെ ക്യാബിനറ്റ് മന്ത്രിക്കുള്ള ചില അധികാരങ്ങളൊക്കെ ആർക്കുണ്ട്? അറ്റോർണി ജനറലിനുണ്ട്. പക്ഷെ വോട്ടവകാശം ഉണ്ടോ? ഇല്ല. പക്ഷെ ബ്രിട്ടനിൽ ആവുമ്പോൾ അവിടെ അറ്റോർണി ജനറൽ ക്യാബിനറ്റ് മന്ത്രിക്ക് തുല്യമാണ്, വോട്ടവകാശമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ അറ്റോർണി ജനറൽ ക്യാബിനറ്റ് മന്ത്രിക്കുള്ള ചില അധികാരങ്ങളൊക്കെ അറ്റോർണി ജനറലുണ്ട്, പക്ഷെ വോട്ടവകാശം എന്ന് പറയുന്നത് ഇല്ല. ആ കാര്യം ഒന്ന് ഓർത്തിരിക്കാം. ഇനി നമ്മുടെ അറ്റോർണി ജനറലിനെ നിയമിക്കുന്നത് ആരാണ്? അറ്റോർണി ജനറലിനെ നിയമിക്കുന്നത് പ്രസിഡൻ്റ് ആണ്. ആരോ ഒരാൾ പ്രസിഡന്റ്, പുസ്തകത്തിൽ പ്രസിഡന്റ് എന്ന് കണ്ടു, ടീച്ചർ പറഞ്ഞത് രാഷ്ട്രപതി എന്നല്ലേ, എങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്രസിഡന്റ് രാഷ്ട്രപതി രണ്ടും സെയിം ആണ് കേട്ടോ. പ്രസിഡന്റ് ആണ് രാഷ്ട്രപതി. ഓക്കെ, അപ്പോൾ നിയമിക്കുന്നത് അറ്റോർണി ജനറലിനെ നിയമിക്കുന്നത് ആരാ? പ്രസിഡന്റ് ആണ് അല്ലെങ്കിൽ രാഷ്ട്രപതിയാണ് എന്ന് നമുക്ക് പറയാം. ഇനി അറ്റോർണി ജനറലിന് വേണ്ട യോഗ്യത എന്താണ്? ഒരു അറ്റോർണി ജനറൽ ആവാൻ വേണ്ട യോഗ്യത എന്ന് പറയുന്നത് ഒരു സുപ്രീം കോടതി ജഡ്ജി ആവാൻ വേണ്ടിയിട്ടുള്ള യോഗ്യതയാണ് വേണ്ടത്. ഒരു സുപ്രീം കോടതി ജഡ്ജി ആവാൻ എന്തൊക്കെ യോഗ്യതകൾ വേണോ ആ യോഗ്യതയാണ് ഒരു അറ്റോർണി ജനറലിന് വേണ്ടത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി കാലാവധി. അറ്റോർണി ജനറലിൻ്റെ കാലാവധി എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ പരാമർശിച്ചിട്ടില്ല, നോട്ട് ഡിഫൈൻഡ് എന്ന് നമുക്ക് പറയാം. ഇന്ത്യൻ ഭരണഘടനയിൽ അറ്റോർണി ജനറലിൻ്റെ കാലാവധിയെക്കുറിച്ച് കൃത്യമായി മെൻഷൻ ചെയ്തിട്ടില്ല, കാലാവധിയെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ല. പിന്നെ എന്താണ് കാലാവധി എന്ന് ചോദിച്ചാൽ, പ്രസിഡന്റിന് താല്പര്യമുള്ളിടത്തോളം കാലം, പ്രസിഡന്റിന് താല്പര്യം ഉള്ളിടത്തോളം കാലമാണ് അറ്റോർണി ജനറലിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. ഇനി ആരാണ് നീക്കം ചെയ്യുന്നത്? നിയമിക്കുന്നത് പ്രസിഡൻ്റാണ്, നീക്കം ചെയ്യുന്നതും ആര് തന്നെയാണ്? പ്രസിഡന്റ് തന്നെയാണ്. ഓക്കെ, പ്രസിഡന്റ് തന്നെയാണ്. പിന്നെ നമ്മൾ പറഞ്ഞു ഇവിടെ സുപ്രീം കോടതി ജഡ്ജിയുടെ യോഗ്യത
ആ ഒരു യോഗ്യതയാണ് വേണ്ടത് അല്ലേ. പക്ഷെ സുപ്രീം കോടതിയെ ജഡ്ജിയെ നീക്കം ചെയ്യുന്നതിന് പോലുള്ള ഇംപീച്ച്മെന്റ് എന്ന് പറയുന്ന പ്രോസസ്സ് ഒന്നും എവിടെ ആവശ്യമില്ല, അറ്റോർണി ജനറലിനെ നീക്കം ചെയ്യാനായിട്ട് ആവശ്യമില്ല. ഓക്കെ, പ്രസിഡന്റ് ആണ് നീക്കം ചെയ്യുന്നത്, സുപ്രീം കോടതി ജഡ്ജിയുടെ യോഗ്യതയാണ് എന്നുള്ളത് കൊണ്ട് ഇംപീച്ച്മെന്റ് നടപടിയുടെ ആവശ്യമൊന്നും ഇല്ല എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഒരു സുപ്രീം കോടതി ജഡ്ജി ആവുന്നതിനുള്ള യോഗ്യത വേണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു അറ്റോർണി ജനറലിൻ്റെ. ഓക്കെ, ഇനി അറ്റോർണി ജനറലിൻ്റെ പ്രധാനപ്പെട്ട, അതായത് ഒരു അറ്റോർണി ജനറൽ ആവാനുള്ള പ്രധാനപ്പെട്ട യോഗ്യത എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം, ഒന്നാമത്തെ കാര്യം ഇന്ത്യൻ പൗരനായിരിക്കണം. ഓക്കെ, ഇന്ത്യൻ പൗരനായിരിക്കണം. നേരത്തെ നമ്മൾ പറഞ്ഞു സുപ്രീം കോടതി ജഡ്ജി ആവുന്നതിനുള്ള യോഗ്യതയുള്ള ഒരാളായിരിക്കണം അറ്റോർണി ജനറൽ. അങ്ങനെയുള്ള ഒരാൾ ഇന്ത്യൻ പൗരനായിരിക്കണം, ഇന്ത്യൻ പൗരനായിരിക്കണം. രണ്ടാമത്തെ യോഗ്യത ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഹൈക്കോടതിയിൽ, കേട്ടോ, ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഹൈക്കോടതിയിൽ 5 വർഷം പ്രവൃത്തി പരിചയം ഉള്ള ആളായിരിക്കണം, പ്രവൃത്തി പരിചയം ഉള്ള ആളായിരിക്കണം. അല്ലെങ്കിൽ ഇതൊക്കെ ഓറാണ്, ഇന്ത്യൻ പൗരനായിരിക്കണം, പിന്നെയോ ഹൈക്കോടതിയിൽ, ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഹൈക്കോടതിയിൽ 5 വർഷം പ്രവൃത്തി പരിചയമുള്ള ആളായിരിക്കണം. അല്ലെങ്കിൽ പിന്നെ പറയുന്നത് എന്താണ്, ഇന്ത്യയിലെ ഏതെങ്കിലും ഹൈക്കോടതിയിൽ 10 വർഷം വക്കീലായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളായിരിക്കണം. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ഹൈക്കോടതിയിൽ 10 വർഷക്കാലം വക്കീലായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളായിരിക്കണം. അതുമല്ലെങ്കിൽ പ്രസിഡന്റിന്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹം പ്രഗത്ഭനായ നിയമജ്ഞൻ ആയിരിക്കണം. ഓക്കെ, ആരുടെ കാഴ്ചപ്പാടിലാണ്? പ്രസിഡന്റിന്റെ കാഴ്ചപ്പാടിൽ, കേട്ടോ, പ്രസിഡന്റിന്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹം പ്രഗത്ഭനായ ഒരു നിയമജ്ഞൻ ആയിരിക്കണം. ഇങ്ങനെയാണെങ്കിലാണ് അദ്ദേഹത്തെ അറ്റോർണി ജനറൽ ആവാനുള്ളൊരു യോഗ്യതയുണ്ടെന്ന് പറയാം. എന്തൊക്കെയാണ്? ആദ്യത്തേത് ഇന്ത്യൻ പൗരനായിരിക്കണം, പിന്നെ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഹൈക്കോടതിയിൽ 5 വർഷം പ്രവൃത്തി പരിചയമുള്ള വ്യക്തിയായിരിക്കണം. അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ, ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഹൈക്കോടതിയിൽ 10 വർഷക്കാലം പ്രവൃത്തി പരിചയം, എങ്ങനെ, വക്കീലായിട്ടുള്ള പ്രവൃത്തി പരിചയമുള്ള ആളായിരിക്കണം. അതുമല്ലെങ്കിൽ പ്രസിഡന്റിന്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹം പ്രഗത്ഭനായ ഒരു നിയമജ്ഞനായിരിക്കണം. ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് അറ്റോർണി ജനറൽ ആവാനുള്ള യോഗ്യത എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോർണി ജനറലാണ് MC സെതൽവാദ്. MC സെതൽവാദാണ് ഇന്ത്യയിലെ ആദ്യത്തെ അറ്റോർണി ജനറൽ. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ഒന്ന് പഠിച്ചു വയ്ക്കുക. 1950 മുതൽ 1963 വരെ, 1950 മുതൽ 1963 വരെ MC സെതൽവാദാണ് ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോർണി ജനറൽ. ഇപ്പോൾ നിലവിൽ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർ വെങ്കിട്ടരമണിയാണ് ഇന്ത്യയുടെ നിലവിലെ അറ്റോർണി ജനറൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തെ അറ്റോർണി ജനറൽ MC സെതൽവാദ്, ഇദ്ദേഹത്തെക്കുറിച്ച് ഒരു പോയിന്റും കൂടെ ഓർത്തിരിക്കുക. ഇന്ത്യയുടെ ആദ്യത്തെ ലോ കമ്മീഷൻ ചെയർമാൻ ആര് എന്ന് ചോദിച്ചാലും ഇദ്ദേഹം തന്നെയാണ്, കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ ലോ കമ്മീഷൻ ചെയർമാൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1955 ഇന്ത്യയിലെ ആദ്യത്തെ ലോ കമ്മീഷൻ ചെയർമാൻ ആരെന്ന് ചോദിച്ചാലും, ഇന്ത്യയിലെ ആദ്യത്തെ അറ്റോർണി ജനറൽ ആരാന്ന് ചോദിച്ചാലും MC സെതൽവാദ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഈ അറ്റോർണി ജനറലിനെ ഔദ്യോഗികപരമായി സഹായിക്കാനായിട്ട് ഒരു നിയമ ഉദ്യോഗസ്ഥനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് സോളിസിറ്റർ ജനറൽ എന്ന് പറയുന്നത് ആരാണ്? അറ്റോർണി ജനറലിനെ ഔദ്യോഗികപരമായി സഹായിക്കുന്ന നിയമ ഉദ്യോഗസ്ഥനാണ് സോളിസിറ്റർ ജനറൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തെ നമുക്ക് എങ്ങനെ വിളിക്കാം? ഇന്ത്യയുടെ രണ്ടാമത്തെ നിയമ ഉദ്യോഗസ്ഥൻ, ഇന്ത്യയുടെ ആദ്യത്തെ നിയമ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒന്നാമത്തെ നിയമ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് അറ്റോർണി ജനറൽ ആണ്. ഇന്ത്യയുടെ രണ്ടാമത്തെ നിയമ ഉദ്യോഗസ്ഥനാണ് ആര്? സോളിസിറ്റർ ജനറൽ എന്ന് പറയുന്നത്. അപ്പോൾ അറ്റോർണി ജനറലിൻ്റെ താഴെ വരുന്ന ആളാണ്, അദ്ദേഹത്തെ ഔദ്യോഗികപരമായി സഹായിക്കുന്ന ആളാണ് സോളിസിറ്റർ ജനറൽ എന്ന് പറയുന്നത്. ഈ സോളിസിറ്റർ ജനറലിനെ കുറിച്ച് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയും തന്നെ പ്രതിപാദിക്കുന്നില്ല. സോളിസിറ്റർ ജനറലിനെ കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയും തന്നെ പ്രതിപാദിക്കുന്നില്ല. സോളിസിറ്റർ ജനറൽ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എന്താണ്?
ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് എന്ന് നമുക്ക് പറയാം. സോളിസിറ്റർ ജനറൽ, അറ്റോർണി ജനറൽ ആർട്ടിക്കിൾ 76 പ്രതിപാദിക്കുന്നുണ്ട്. അതുകൊണ്ട് അറ്റോർണി ജനറൽ എന്ന് പറയുന്ന ഭരണഘടനാ സ്ഥാപനമാണ്. പക്ഷേ സോളിസിറ്റർ ജനറൽ, അറ്റോർണി ജനറലിൻ്റെ താഴെ വരുന്ന സോളിസിറ്റർ ജനറൽ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഭരണഘടനാ സ്ഥാപനമല്ല, ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് എന്ന് പറയാം. ഈ സോളിസിറ്റർ ജനറലിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. സോളിസിറ്റർ ജനറലിൻ്റെ കാലാവധി എത്രയാ? 3 വർഷമാണ്. ഇന്ത്യയുടെ ആദ്യത്തെ സോളിസിറ്റർ ജനറൽ എന്ന് പറയുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ CK ഡഫ്താര. CK ഡഫ്താര 1950 മുതൽ 1963 വരെ CK ഡഫ്താരയാണ് ഇന്ത്യയുടെ ആദ്യത്തെ സോളിസിറ്റർ ജനറൽ എന്ന് പറയുന്നത്. നിലവിൽ ആരാണ് ഇന്ത്യയുടെ സോളിസിറ്റർ ജനറൽ? തുഷാർ മേത്ത. തുഷാർ മേത്തയാണ് നിലവിലെ ഇന്ത്യയുടെ സോളിസിറ്റർ ജനറൽ എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക, നമ്മുടെ അറ്റോർണി ജനറൽ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഗവൺമെൻറ് സർവൻ്റ് അല്ല. ഓക്കെ, ഒരു ഗവൺമെൻറ് സർവൻ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അറ്റോർണി ജനറൽ ചില പ്രൈവറ്റ് കേസുകളും സ്വീകരിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ഒരു പ്രസ്താവന തന്നിരിക്കുകയാണ് അറ്റോർണി ജനറൽ എന്ന് പറയുന്നത് ഒരു പബ്ലിക് സർവൻ്റ് ആണ് അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് സർവൻ്റ് ആണ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഓക്കെ, അപ്പോൾ അറ്റോർണി ജനറൽ എന്ന് പറയുന്നത് പ്രൈവറ്റ് കേസുകളും കൈകാര്യം ചെയ്യാറുണ്ട് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കാം. ഓക്കെ അല്ലേ? ഇത്രയേ ഉള്ളൂ നമുക്ക് അറ്റോർണി ജനറലിനെ കുറിച്ച് പഠിക്കാനായിട്ട്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിൻറ്സും പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ അറ്റോർണി ജനറൽ എന്ന് പറയുമ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നിയമോപദേശകനാണ് എന്ന് നമ്മൾ പറഞ്ഞു. അറ്റോർണി ജനറൽ അങ്ങനെയാണെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ നിയമോപദേശകൻ എന്ന് പറയുന്നത് ആരാണ്? അത് അഡ്വക്കേറ്റ് ജനറലാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ നിയമോപദേശകൻ എന്നറിയപ്പെടുന്നത് അഡ്വക്കേറ്റ് ജനറലാണ്. ഓക്കെ, ഇനി സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന നിയമോദ്യോഗസ്ഥൻ എന്ന് നമുക്ക് പറയാം അല്ലേ? സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന നിയമോദ്യോഗസ്ഥനാണ് അഡ്വക്കേറ്റ് ജനറൽ. അദ്ദേഹത്തെക്കുറിച്ച്, അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ ആർട്ടിക്കിൾ 165ആണ്. അഡ്വക്കേറ്റ് ജനറൽ 76, അറ്റോർണി ജനറൽ 76, അഡ്വക്കേറ്റ് ജനറൽ 165 പ്രതിപാദിക്കുന്നത്. അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് ആരാ? ഗവർണറാണ് നിയമിക്കുന്നത് ഗവർണറാണ്. നീക്കം ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചാലും ആരാണ്? ഗവർണർ തന്നെയാണ്. ഇനി ഇവർ രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആർക്കാന്ന് ചോദിച്ചാലും ആർക്കാണ്? ഗവർണർക്ക് തന്നെയാണ് രാജിക്കത്ത് സമർപ്പിക്കുന്നത്. ഓക്കെ, അതേപോലെ ഇവരുടെ കാലാവധി എന്ന് പറയുന്നതും കൃത്യമായിട്ട് പറയുന്നില്ല, ഗവർണറുടെ താല്പര്യപ്രകാരം എന്നാണ് പറയുന്നത്. ഓക്കെ, കാലാവധി എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? ഗവർണറുടെ താല്പര്യപ്രകാരം. അപ്പം നിയമിക്കുന്നത് ഗവർണർ, നീക്കം ചെയ്യുന്നത് ഗവർണർ, രാജിക്കത്ത് സമർപ്പിക്കുന്ന ഗവർണർക്ക്, കാലാവധി ഗവർണറുടെ താല്പര്യമനുസരിച്ച്. ഇനി എന്തൊക്കെയാണ് യോഗ്യത എന്ന് പറയുന്നത്? ഒരു അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുമ്പോൾ ഒരു ഹൈക്കോടതി ജഡ്ജി ആവുന്നതിനുള്ള യോഗ്യതയുള്ള ആളായിരിക്കണം. ഹൈക്കോടതി ജഡ്ജി ആവാനുള്ള യോഗ്യതയുള്ള ആളായിരിക്കണം. ഒന്നാമത്തെ യോഗ്യത എന്ന് പറയുന്നത് ഇന്ത്യൻ പൗരനാവണം. ഓക്കെ, ഇന്ത്യൻ പൗരനായിരിക്കണം. 2, 10 വർഷത്തിൽ കുറയാതെ ഇന്ത്യൻ ഭൂപ്രദേശത്ത് ഒരു ജുഡീഷ്യൽ ഓഫീസിൽ പ്രവർത്തിച്ചിരിക്കണം. 10 വർഷത്തിൽ കുറയാതെ ഇന്ത്യൻ ഭൂപ്രദേശത്ത് ഒരു ജുഡീഷ്യൽ ഓഫീസിൽ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയായിരിക്കണം. അല്ലെങ്കിൽ പിന്നെന്തായിരിക്കണം? ഹൈക്കോടതികളിൽ 10 വർഷം വക്കീലായിട്ട് പ്രവൃത്തി പരിചയമുള്ള ആളായിരിക്കണം. ഓക്കെ, ഇതാണ് യോഗ്യത. ഇന്ത്യൻ പൗരനായിരിക്കണം. പിന്നെ 10 വർഷത്തിൽ കുറയാതെ ഇന്ത്യൻ ഭൂപ്രദേശത്ത് ഒരു ജുഡീഷ്യൽ ഓഫീസിൽ പ്രവർത്തിച്ചിരിക്കണം. അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ 10 വർഷം അഭിഭാഷകനായിട്ടുള്ള പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. ഇതാണ് അഡ്വക്കേറ്റ് ജനറൽ ആവാനുള്ള യോഗ്യത എന്ന് പറയുന്നത്. ഇനി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ, കേരളത്തിൻ്റെ ആദ്യത്തെ അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്നത് ആരാണ്? KV സൂര്യനാരായണ അയ്യറാണ് കേരളത്തിൻ്റെ ആദ്യത്തെ അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്നത്. 1957 ഓക്കെ, ആദ്യത്തെ അഡ്വക്കേറ്റ് ജനറലാണ് KV സൂര്യനാരായണ അയ്യർ. നിലവിൽ ആരാണ് അഡ്വക്കേറ്റ് ജനറൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ K. ഗോപാലകൃഷ്ണക്കുറുപ്പ്.
കെ ഗോപാലകൃഷ്ണ കുറുപ്പാണ് നിലവിലെ അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ അഡ്വക്കേറ്റ് ജനറലും അറ്റോർണി ജനറലും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഭരണഘടനാ സ്ഥാപനത്തിലെ 2 കാര്യങ്ങളും കൂടിയാണ് പഠിക്കാനുള്ളത്. CAG ആൻഡ് GST കൗൺസിൽ. അത് രണ്ടും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞു. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കാം. നമ്മുടെ ക്ലാസ്സൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത്. പിന്നെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു വീഡിയോ പോലും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ടെലിഗ്രാമിൽ മസ്റ്റായിട്ടും ജോയിൻ ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതുപോലെ തന്നെ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വീണ്ടും അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക്